അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികളെ, ചില കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ദുശ്ശീലമാണ് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത്. എത്ര താമസിച്ചു കിടന്നുറങ്ങിയാലും എത്ര തവണ കിടക്കാൻ നേരത്ത് മൂത്രമൊഴിച്ചാലും ഒക്കെ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ദുശ്ശീലമുള്ള കുട്ടികൾ ഉണ്ട്. അത്തരം കുട്ടികൾ കാരണം അടുത്ത വീട്ടിലേക്കോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളിലേക്കോ അന്തി ഉറങ്ങാൻ പോലും പോകാൻ വിഷമിക്കുന്ന പലരുമുണ്ട്. ഇത്തരം ദുസ്വഭാവങ്ങൾ കുട്ടികളിലുണ്ടാകുന്നത് ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നത് കൊണ്ടായിരിക്കാം. പകൽ സമയത്തുള്ള കളികളും മറ്റുമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു ഉറങ്ങുന്നതിനാൽ ഇത്തരം ദുസ്വഭാവങ്ങൾ ഉണ്ടായേക്കും. അതുപോലെ ഞരമ്പുകളുടെ ബലഹീനത കാരണവും ഈ ദുസ്വഭാവം ഉണ്ടായേക്കാം. അതുപോലെ പൈശാചികമായ ഉപദ്രവമുള്ള വീടുകളിൽ താമസിക്കുകയാണെങ്കിലും ഇത്തരം ദുസ്വഭാവങ്ങൾ കുട്ടികളിലും അതുപോലെ ചിലപ്പോൾ വലിയവരിലും തന്നെ ഇത് ഉണ്ടായേക്കാം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരം ദുസ്വഭാവങ്ങൾ, ഇത്തരം ദുശ്ശീലങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ മൂസ വ ഹാറൂൻ എന്നീ ആയത്തുകൾ രാത്രി സമയത്ത് അല്പം അവിൽ എടുത്ത് അതിൽ മന്ത്രിച്ചു കിടക്കാൻ നേരത്ത് ഇത് തിന്നുകയാണെങ്കിൽ, ഭക്ഷിക്കുകയാണെങ്കിൽ ഈ ദുസ്വഭാവം, ഈ ദുശ്ശീലം മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഏകദേശം ഇത്തരം ദുസ്വഭാവമുള്ള കുട്ടികൾക്ക് ഈ ആയത്തുകൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ മൂസ വ ഹാറൂൻ എന്നീ ആയത്തുകൾ മന്ത്രിച്ച അവില് രാത്രി സമയത്ത് ഭക്ഷിക്കുന്നത് പതിവാക്കുക. ഒരു മാസത്തോളം ഇത് തുടർന്നാൽ ഈ ദുസ്വഭാവങ്ങൾ, ഈ ദുശ്ശീലങ്ങൾ കുട്ടികളിൽ നിന്ന് പാടെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാനും അതിനോട് സഹകരിക്കാനുമൊക്കെ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.